ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. ശ്രുതിയാണെങ്കിൽ വലിയ സങ്കടത്തിൽ നിൽക്കുമായിരിക്കും. അങ്ങോട്ടേക്ക് പ്രീതി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയേ? നിനക്ക് എന്തോ ഒരു വിഷമം പോലെ മുഖത്ത്. നീയും അച്ഛനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇന്നലെയല്ലേ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തത്? ഇനിയിപ്പോ ഇന്നത്തേക്ക് രണ്ടുപേരും കൂടെ വഴക്കിട്ടോ? ഇല്ല ചേച്ചി, ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ആലോചിക്കായിരുന്നു, മുത്തശ്ശി പറഞ്ഞ പോലെ പുതിയ ടെക്സ്റ്റൈൽസിലോട്ട് സാധനങ്ങളെല്ലാം മാറ്റണം. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു. പഴയതില് സാധനങ്ങളൊന്നും വെക്കാനുള്ള സൗകര്യങ്ങളില്ലല്ലോ. അപ്പൊ പിന്നെ അതൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണ്ടേ? ആ കാര്യം ആലോചിച്ച് നിൽക്കുമായിരുന്നു. അല്ല, എന്നാ ഞാനും കൂടെ വരാം, ഞാൻ എന്തെങ്കിലും സഹായിക്കാം. അതൊന്നും വേണ്ട ചേച്ചി. സഹായിക്കാൻ ഒരു ചേച്ചി വരാറുണ്ടല്ലോ, ആ ചേച്ചി തന്നെ ഒരാളെ കൂടെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അവര് തന്നെ ചെയ്തോളും. ചേച്ചി ഇനി ബുദ്ധിമുട്ടാണെന്ന് നിൽക്കണ്ട. മോളെ, നീ ഒരു കാര്യം ചെയ്യേ. നീ ഒരുപാട് ഈ ജോലിയിലങ്ങ് സ്ട്രെസ് കൊടുക്കാതിരിക്കുക. കുറച്ച് ഫ്രീ ആയിട്ട് നടക്ക്. നിന്റെ മുഖം മാറുമ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു നിൽക്കുക. ഈ സമയത്ത് ശ്യാമിനൊരു കോൾ വരുന്നുണ്ട്. ഇത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ, ഇത് ആരാ വിളിക്കുന്നേ എന്ന് കരുതി ശ്യാം ഫോൺ എടുക്കുന്നുണ്ട്. എന്താ ശ്യാം, തനിക്ക് എൻ്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? താൻ ആരാ? തനിക്ക് എന്താ വേണ്ടേ? താൻ ചെയ്ത തെറ്റെല്ലാം താൻ മറച്ചു വെച്ച് വലിയ പുണ്യാളനെ പോലെ നടക്കുമല്ലേ? താൻ ആരാണെന്ന് കരുതിയിട്ടാ എന്നെ വിളിക്കുന്നേ? ഞാൻ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പെണ്ണുങ്ങളെ പറ്റിക്കുന്നല്ലേടാ നിന്റെ ജോലി. എത്ര എണ്ണത്തിനെ നീ പറ്റിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ നാടകം, ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു വീട്ടിൽ കയറി എല്ലാവരെയും പറ്റിക്കല്ലേടാ നീ. നീ എൻ്റെ അടുത്ത് ഒരുമാതിരി വർത്താനം കൊണ്ട് വരല്ലേ. പിന്നെ നീ ചെയ്തതിൻ്റെ എല്ലാം തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ കേട്ട് ശ്യാമാകെ ഞെട്ടിത്തരിച്ചു നിൽക്കുമായിരിക്കും. താൻ ആരാ? തനിക്ക് എന്താ വേണ്ടേ? എനിക്ക് വേണ്ടതേ പണവാ. ഞാൻ പറയുന്ന പൈസ നീ എനിക്ക് തന്നിരിക്കണം. അല്ലെങ്കിൽ നിനക്കെതിരെയുള്ള തെളിവുകൾ നിന്റെ വീട്ടിലോട്ടും അതുപോലെ പോലീസ് സ്റ്റേഷനിലോട്ടും ഞാനങ്ങ് അയക്കും. എടാ, നീ ഓവറായിട്ടേ സംസാരിക്കണ്ട. പോലീസിൽ നിന്നെക്കുറിച്ച് പറഞ്ഞാലേ നീ അകത്താ. ആഹാ, അങ്ങനെയൊക്കെ ചെയ്യാറായോ? നിന്നെ വിളിച്ചിങ്ങനെ ഭീഷണിപ്പെടുത്തിയതിന് എനിക്ക് അത്ര വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ എൻ്റെ കയ്യിൽ നിനക്കെതിരെയുള്ള തെളിവുകളുണ്ടല്ലോ. പോലീസുകാർക്ക് കിട്ടിയാലേ നിന്റെ കാര്യത്തിൽ തീരുമാനാ. നിനക്കെതിരെയുള്ള തെളിവുകളെല്ലാം ഞാനങ്ങ് കൊണ്ടുകൊടുക്കും. പിന്നെ പറയണ്ടല്ലോ. തനിക്കിപ്പോൾ എന്താ വേണ്ടത്? പറഞ്ഞല്ലോ, എനിക്ക് പൈസ വേണം. 10 കോടി രൂപ നീ എനിക്ക് തന്നേ പറ്റൂ. 10 കോടി രൂപയോ? തനിക്കെന്താടാ ഭ്രാന്തുണ്ടോ? എൻ്റെ കയ്യിൽ അത്ര രൂപയൊന്നുമില്ല. എന്ത് പറഞ്ഞാലും എനിക്ക് തരാനുള്ള പൈസ തന്നില്ലെങ്കിലേ നിന്റെ ഗതി അതോ ഗതിയാ. നീയേ എന്ത് വേണമെന്ന് ഒന്ന് ഇരുത്തി ആലോചിക്ക്. ഞാനെന്തായാലും കുറച്ചു നേരം കഴിഞ്ഞ് നിന്നെ ഒരു തവണ കൂടെ അങ്ങ് വിളിക്കാം എന്നും പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ആരായിരിക്കും ഇങ്ങനെ വിളിച്ച് പറയുന്നേ? എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടതിൽ സംശയമുള്ളത് ഇവിടെ ശ്രുതിക്ക് മാത്രാ. ഇനി അവൾ എങ്ങാനും ശബ്ദം മാറ്റിയിട്ട് എന്നോട് സംസാരിക്കുമായിരിക്കോ എന്നും പറഞ്ഞ് ശ്രുതിയെ നോക്കാനായിട്ട് പോവാ. ആ സമയത്ത് പ്രീതിയും ശ്രുതിയും സംസാരിച്ച് നിൽക്കുമായിരിക്കും. അപ്പോൾ ശ്രുതിയല്ല, അവളിവിടെ സംസാരിച്ച് നിൽക്കുമല്ലേ, പിന്നെ ആരായിരിക്കും എന്നെ വിളിച്ചു കാണാ എന്നുള്ള സംശയത്തിൽ ശ്യാം നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമായിരിക്കും. 2 കൈയിലും മൈലാഞ്ചിയൊക്കെ ഇട്ടിരിക്കുകയാണ് അഞ്ജലി. ഈ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല അഞ്ജലി, ഇന്നെന്താ മൈലാഞ്ചിയൊക്കെ ഇട്ടിരിക്കുന്നേ? അത് എന്തോ ഒരു ആഗ്രഹം തോന്നി മുത്തശ്ശി, അതുകൊണ്ട് ഞാൻ ശ്രുതിയോട് പറഞ്ഞതാ. അപ്പോൾ ശ്രുതിയെ എനിക്ക് ഇട്ട് തന്നത്. എന്തായാലും കൊള്ളാം. അശ്വം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ്. ഇത് കാണുന്ന അഞ്ജലി പറയുന്നുണ്ട്, എന്താ കുഞ്ഞാ, നീ എന്താ ഒന്നും കഴിക്കാതിരിക്കുന്നേ? ഓഫീസിലോട്ട് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. എന്താ കുഞ്ഞാ നിനക്ക് പറ്റിയത്? ഓഫീസിൽ പല പ്രശ്നങ്ങളും കാണും എന്ന് കരുതി നീ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അതിൻ്റെ ദോഷം നിനക്കല്ലേ? ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ശ്രുതി, നീ ഒരു കാര്യം ചെയ്യുക. ഇന്ന് ഓഫീസിലോട്ടെ ഭക്ഷണം കൊണ്ട് കൊടുക്കുക. അവിടെ ഇരുത്തി അവനെ കഴിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. ശരി മുത്തശ്ശി, ഞാൻ പൊക്കോളാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്യാമിൻ്റെ മുഖത്ത് വലിയ ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. ഇതെല്ലാം ശ്രുതി ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. പിന്നീടായിട്ട് എന്തായാലും ശ്യാമിന് ശരിക്കും ഓർമ്മ നഷ്ടപ്പെട്ടതാണോ അതോ ഇവൻ ഇനി അഭിനയിക്കുവാണോ എന്നൊരു സംശയമായിരിക്കും ശ്രുതിക്കുള്ളത്. അത് തീർക്കാനായിട്ട് ശ്രുതി എങ്ങനെയൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ശ്രുതിയുടെ മനസ്സിലൊരു ഓർമ്മ വരുന്നത്. ഇയാള് പണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നിരുന്നു. അത് ഞാൻ ഇതുവരെ പൊട്ടിച്ചു നോക്കിയിട്ടില്ല. ഓഫീസിൽ വെച്ചായിരുന്നു എനിക്ക് ആ ഗിഫ്റ്റ് തന്നത്. എന്തായാലും അവിടെ തന്നെ പോയി നോക്കാം എന്നും പറഞ്ഞ് ഓഫീസിലെ സ്റ്റോർ റൂമിൽ കയറി എല്ലാം തപ്പി തരയുന്നുണ്ട്. എവിടുന്നും അത് കിട്ടുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ എല്ലാം വലിച്ചു വാരി ഇടുന്നുണ്ട്. എൻ്റെ കൃഷ്ണ, അതൊന്ന് കാണിച്ചു തരുന്നേ. അതിലെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ
അത് അശ്വിൻ സാറിന് കാണിച്ചു കൊടുക്കാലോ. ഇതെനിക്ക് തന്ന ഗിഫ്റ്റാണ്, ഞാനല്ല അങ്ങോട്ടെന്തിനും പോയത് എന്നൊക്കെയായിരിക്കും ശ്രുതി കരുതുന്നത്. അന്വേഷിച്ചിട്ടൊന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല. അവസാനം ഒരു ബോക്സ് തുറക്കുന്നുണ്ട്. അതിലുണ്ടായിരിക്കും ആ ഗിഫ്റ്റ്. എന്നാ ശ്രുതി അത് കാണുന്നുണ്ടായിരിക്കില്ല. അപ്പം തന്നെ ശ്രുതിക്ക് പ്രീതി വിളിക്കുന്നുണ്ട്. എവിടെയാ ശ്രുതി, നീ എന്താ വീട്ടിലോട്ട് വരാത്തെ എന്ന് ചോദിച്ചിട്ടായിരിക്കും. ഇതാ വരുന്നു ചേച്ചി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. കൺമുന്നിലുണ്ടായിട്ടും ശ്രുതിക്കത് കാണാൻ പോലും പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് എങ്ങനെയെങ്കിലും ഇവന്റെ കള്ളക്കളി ഒന്ന് പൊളിക്കണം, എങ്ങനെയാ അതിന് സാധിക്കുക എന്നൊക്കെ ആലോചിച്ച് ശ്രുതി നിൽക്കുക. അങ്ങനെ പെട്ടെന്ന് തന്നെ ശ്രുതി വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് രാധമ്മയെ കാണാനായിട്ട്. അമ്മായിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ശ്രുതി എന്തിനായിരിക്കും അച്ഛനും അമ്മയും ഇവിടെ ഇല്ലേ എന്ന് ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞത്? ഇനി എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിരിക്കോ എന്നൊക്കെയായിരിക്കും രാധ ഇങ്ങനെ കരുതുന്നത്. അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട്. അമ്മായി, അച്ഛനും അമ്മയും ഇവിടെ ഇല്ലല്ലോ. ഇല്ല, എന്താ കാര്യം? നീ എന്നെ പേടിപ്പിക്കില്ലേ? എന്താന്ന് വെച്ചാ വേഗം തുറന്നു പറ. പേടിക്കാനൊന്നുമില്ല അമ്മായി, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എനിക്ക് നല്ല സംശയമുണ്ട്, ആ ശ്യാമെന്ന് പറയുന്നവൻ ഓർമ്മയില്ലാത്ത പോലെ അഭിനയിക്കുകയാണോ എന്ന്. അതെങ്ങനെയാ അമ്മായി ഒന്ന് തെളിയിക്കുക? ഓ, അത് നിനക്ക് ഇപ്പം തോന്നേ ഉള്ളൂ? എനിക്കത് എപ്പോഴോ തോന്നിയതാ. അവൻ ഫുൾ അഭിനയമാണെന്ന്. അവന് ഓർമ്മയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല മോളെ, അവനെ അഭിനയിക്കുക. എങ്ങനെ അമ്മായി അതൊന്നും നമ്മൾ കണ്ടുപിടിക്കുക? അവനെ പഠിച്ച കളനാ മോളെ. അവനൊരിക്കലും പിടി തരില്ല. നമ്മൾ തന്നെ അവനേക്ക് മുൻപിൽ ചിന്തിക്കണം, എന്നാലേ അവനെ പിടിക്കാൻ പറ്റൂ. അമ്മായി, അതൊക്കെ ശരിയാ, എന്നാലും എന്താ ഒരു വഴി? അങ്ങനെ ആലോചിക്കുമ്പോഴായിരിക്കും ശ്രുതിക്കൊരു ഐഡിയ തോന്നുന്നത്. കിട്ടി അമ്മായി, ഒരു അസൽ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരാം. നിക്കടി, എന്താണെന്ന് പറഞ്ഞിട്ട് പോ. അതൊക്കെ ഞാൻ പറയാം അമ്മായി എന്നും പറഞ്ഞ് ശ്രുതി അവിടുന്ന് ഓടുന്നുണ്ട്. പിന്നീടായിട്ട് ശ്യാം വരുന്ന വഴിയിൽ വണ്ടി നിർത്തി ശ്രുതി കാത്തു നിൽക്കുമായിരിക്കും. ശ്യാമിൻ്റെ ബൈക്കിൽ തട്ടി ശ്യാമിനെ വീഴ്ത്തണം, എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ പല കാര്യങ്ങളും ശ്രുതി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്യാം വരുന്നുണ്ട്. ശ്യാമിനെ വണ്ടി ഇടിച്ച് തട്ടിയിടുന്നുണ്ട്. തല പോയി നിലത്ത് തട്ടുക. ചെറിയ രീതിയിൽ പരിക്കുണ്ടായിരിക്കും. കയ്യിലും തലയിലൊക്കെ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്. ശ്രുതിയാണ് തന്നെ വണ്ടി ഇടിച്ചതെന്ന് ശ്യാമ് കാണുമ്പോൾ വലിയ ചിരിയോടുകൂടിയാണ് ശ്രുതിയെ നോക്കുന്നത്. ശ്രുതിയെ തന്നെ എട്ടഞ്ഞ് നോക്കുന്നുണ്ട് ശ്യാം. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. വേണ്ട വേണ്ട, കുഴപ്പമൊന്നുമില്ല. അയ്യോ, അത് പറ്റില്ല, തലേന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. ഞാൻ ഓട്ടോ വിളിക്കാം. അതിൻ്റെ ആവശ്യമില്ല, ബൈക്കിൽ തന്നെ പോവാം. വേണ്ട വേണ്ട, ഓട്ടോയിൽ പോവാൻ നല്ലത്. അങ്ങനെ ഓട്ടോ വിളിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെ തന്നെ സ്നേഹത്തോടു കൂടി നമ്മുടെ ശ്യാം ഇങ്ങനെ നോക്കുക. ഓട്ടോ വന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഡോക്ടറാണൊക്കെ പറയുന്നുണ്ട്, ഒരു സ്കാനിങ്ങിന് എഴുതാം, സ്കാനിങ് ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നോക്കാം എന്നും പറഞ്ഞ് ശ്യാമിനെ പറഞ്ഞു വിടുക. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഡോക്ടറെ, ഞാൻ പറഞ്ഞ പോലെ എല്ലാം നടക്കില്ലേ? എല്ലാം ഓക്കെയാണ് ശ്രുതി, പറഞ്ഞ പോലെ എല്ലാം സെറ്റാ. അവന് അഞ്ജലി ചേച്ചിയെ ചതിച്ചു, കൂട്ടത്തില് അവൻ എന്നെയും പറ്റിക്കായിരുന്നു. അതെല്ലാം എനിക്കറിയണം. അവന് ഓർമ്മയില്ലാത്ത പോലെ അഭിനയിക്കുകയാണോന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ മതി. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ശ്രുതി, ഇതങ്ങനെ എല്ലാവർക്കും ചെയ്യുന്ന ഒരു കാര്യമല്ല. നീ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിതിന് സമ്മതിച്ചേ. ഇനി എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. ഇല്ല ഡോക്ടറെ, ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഇഞ്ചക്ഷൻ വെച്ച് അവരോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഓർമ്മ നഷ്ടപ്പെട്ട ആളാണെങ്കിൽ അവർക്കത് തിരിച്ചറിയാനൊന്നും പറ്റില്ല. എന്നാ മറ്റേത് അങ്ങനെ ആയിരിക്കില്ല. അതൊന്നും കുഴപ്പമില്ല ഡോക്ടറെ. ഡോക്ടർ എങ്ങനെയെങ്കിലും എനിക്ക് അവൻ്റെ മനസ്സിലിരിപ്പ് ഒന്ന് അറിഞ്ഞു തന്നാൽ മാത്രം മതി. അപ്പോഴേക്കും എക്സ്റേ എല്ലാം എടുത്ത് നമ്മുടെ ശ്യാം വരുന്നുണ്ട്. ശ്യാമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, താൻ ഓക്കെയാണ്. എന്നാലും ചെറിയൊരു പൊട്ടലുണ്ട് തലയ്ക്ക്. അതുകൊണ്ട് ഇന്ത്യയിൽ ബ്ലീഡിംഗ് ഒന്നും വരാതിരിക്കാനേ ഒരു ഇഞ്ചക്ഷൻ വെക്കണം. അത് കുറച്ച് ഡോസ് ഉള്ളതാ. 1 മണിക്കൂർ നേരം ഇവിടെ തന്നെ കിടക്കേണ്ടി വരും എന്നും പറഞ്ഞ് ശ്യാമിനെ ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്. അങ്ങനെ ഹിപ്നോട്ടിസം പോലെ എന്തോ ഒരു സംഭവമാണ് ചെയ്യുന്നത്. ഇഞ്ചക്ഷനൊക്കെ വെച്ച് ആളെ മയക്കി ഒരു അബോധാവസ്ഥയിലാക്കിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി തരുന്നുണ്ട്. നിങ്ങൾ ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുൻപേ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ആരായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ശ്രുതിയായിരുന്നു. ശ്രുതി എന്നോട് എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? നീ എന്തിനാ എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നേ എന്നൊക്കെയായിരിക്കും ശ്യാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറെ, ഇതിപ്പോൾ നടന്ന കാര്യങ്ങളല്ലേ? എനിക്കതൊന്നുമല്ല വേണ്ടത്, എനിക്ക് മുൻപ് നടന്ന കാര്യങ്ങളാ. ശ്രുതി ക്ഷമിക്ക്, പതിയെ പതിയെ എല്ലാം പറയും. അങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ട്,
അഞ്ജലിയുമായിട്ടുള്ള കല്യാണം തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചത്? എന്ത് സാഹചര്യം കൊണ്ടാ അവളെ കല്യാണം കഴിച്ചേ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി ഫോൺ എടുത്ത് എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ശ്യാം എന്തെങ്കിലും പറയുന്നത് റെക്കോർഡ് ചെയ്ത് അത് അശ്വിനെ കേൾപ്പിച്ചു കൊടുക്കണ്ടേ? അതിനു വേണ്ടിയായിരിക്കും ശ്രുതി എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്.